ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സ്കൂളുകൾക്ക് ഇന്ന് ഇതായിരുന്നു എക്സാം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. HS അറ്റാച്ച്ഡായിട്ടുള്ള സ്കൂളുകൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഒന്നാമത്തെ സെക്ഷന് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദ ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ഹോക്കി? ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ഹോക്കി എന്നറിയപ്പെടുന്ന ഏത് സ്ഥലത്തെയാണെന്നാണ് ചോദിക്കുന്നത്. ചെന്നൈ, ഹൈദരാബാദ്, കൊടക്, പൂനെ. ഏതാണ്? കൊടകാണ് ശരിയായിട്ടുള്ള ഉത്തരം. നമ്മൾ മോഡൽ പേപ്പർ നോക്കിയപ്പോൾ അതിൽ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. രണ്ടാമത്തത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് റെയിൻബോ ഡയറ്റ്. റെയിൻബോ ഡയറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? റെയിൻബോ മോഡൽ എന്ന് പറയുന്നത് റെയിൻബോ മോഡലാണ് അല്ലേ. റെയിൻബോ ഡയറ്റ് എന്ന് പറയുന്നത് റെയിൻബോ മോഡലാണ്. അപ്പോൾ അത് ശരിയാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് കളറിലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിൽ ആഡ് ചെയ്യണം, അതും ശരിയാണ്. അടുത്തത് ഇംപ്രൂവ്സ് ഹെൽത്ത് ആൻഡ് റെസിസ്റ്റൻസ്, ഹെൽത്തിനെയും അതുപോലെ തന്നെ റെസിസ്റ്റൻസിനെയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും, അതും ശരിയാണ്. ഹാംഫുൾ ടു ബോഡി ആൻഡ് ഷുഡ് ബി അവോയ്ഡ്, ബോഡിക്ക് ദോഷകരമാണ് അതുകൊണ്ട് അവോയ്ഡ് ചെയ്യണം, ശരിയാണോ? അല്ല, അത് തെറ്റാണ്. അപ്പോൾ ABC ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുക. ഏതാണ്? ABC ആർ കറക്റ്റ്, D ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. റൈറ്റ് ദ നെയിം ഓഫ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തുള്ള ഈ പിക്ചറിൽ ഏതൊക്കെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് എഴുതി കൊടുക്കാനാണ്. ഇവിടെ ഇതെന്താണ്? ഹെൽമെറ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ ഹെൽമെറ്റ് എന്ന് എഴുതി കൊടുക്കുക, ഹെൽമെറ്റ്. രണ്ടാമത്തത് ഇതെന്താണ്? രണ്ടാമത്തത് ഗ്ലൗസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഗ്ലൗസ്. മൂന്നാമത്തത് തൈക്കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി C എന്ന് പറയുന്നത് ഇതെന്താണ്? ഇത് ലെഗ് കോഡാണ്. ഓക്കെ, ലെഗ് കോഡ്. അടുത്ത D എന്താണ്? ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ക്രിക്കറ്റ് ഷൂസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ക്രിക്കറ്റ് ഷൂസ് അല്ലെങ്കിൽ ഷൂസ് എന്ന് എഴുതി കൊടുത്താലും കുഴപ്പമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. നാലാമത്തേതാണ് കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. റിവറിൽ എന്തൊക്കെയാണ്? സ്വിമ്മിങ്ങും റോയിങ്ങും നടക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിൽസിലും മൗണ്ടൻസിലും എന്തൊക്കെയാണ് നടക്കാറുള്ളത്? ഏതൊക്കെ ഗെയിംസ് ആണ്? ഹിൽസിലാണെങ്കിൽ ട്രെക്കിംഗ് നടക്കും അല്ലേ, ട്രെക്കിംഗ്. അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിങ്ങും നടക്കും, റോക്ക് ക്ലൈമ്പിങ്. അടുത്തത് സീഷോറാണ്. സർഫിങ് എഴുതി കൊടുക്കാം, സർഫിങ്. അതുപോലെ തന്നെ ബീച്ചിൽ വോളിബോൾ നടത്താറുണ്ട്. ഓക്കെ, വോളിബോൾ. അപ്പോൾ അതിൻ്റെ പേരാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. വാട്ട് ഈസ് മീൻ ബൈ ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിക്കോഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത്. അത് കൂട്ടുകാരൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാം വരുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് റെഫർ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. B ചോദ്യം. മാർച്ച് പാസ്റ്റ്, വാക്കിംഗ്, ഹെഡിങ്, ഹൈ ജമ്പ്, റണ്ണിങ്, പുഷിംഗ്, ടെന്നീസ് സർവീസ് ആൻഡ് ടേണിംഗ് അറൗണ്ട്. ക്ലാസിഫൈ ദീസ് ഇൻ ടു ബേസിക് മൂവ്മെൻറ്റ് ആൻഡ് സ്ട്രക്ചേർഡ് മൂവ്മെൻറ്റ്. ഇതിൽ ഏതൊക്കെയാണ് ബേസിക് മൂവ്മെൻറ്റിൽ വരുന്നത്, ഏതൊക്കെയാണ് സ്ട്രക്ചേർഡ് മൂവ്മെൻറ്റിൽ വരുന്നത് എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ ബേസിക് മൂവ്മെൻറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് വരുന്നത് വാക്കിംഗ് വരും അല്ലേ. അതുപോലെ തന്നെ വരുന്നത് റണ്ണിങ് വരും, ബേസിക്കിൽ വരുന്നതാണ്. പുഷിംഗ് വരുന്നതാണ്. ഇനി അടുത്തത് സ്ട്രക്ചേർഡിൽ വരുന്നതാണെങ്കിൽ മാർച്ച് പാസ്റ്റ് സ്ട്രക്ചേർഡിൽ വരും. അതുപോലെ തന്നെ എന്ത് വരും? നമ്മുടെ ഹൈ ജമ്പ് സ്ട്രക്ചേർഡിൽ വരും. ടെന്നീസ് സർവീസ് സ്ട്രക്ചേർഡിൽ വരും. ടേണിംഗ് അറൗണ്ട് എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? അതും വരുന്നത് സ്ട്രക്ചേർഡിലാണ് വരുന്നത്. ഹെഡിങ് എന്ന് പറയുന്നത് ബേസിക്സിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇതിൽ എഴുതി കൊടുത്താൽ മാത്രം മതി. ഒരു ടേബിളിൽ എഴുതി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് റൈറ്റ് എനി ഫ്രം 6A or 6B ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. 6A എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഷോയിങ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് എഴുതി കൊടുക്കണം. ഒന്നാമത്തത് എന്താണ് കൂട്ടുകാരെ? മലയിലേക്ക് പോകുന്നതാണ് അല്ലേ. അത് നമ്മൾ എന്താ പറയുക? ട്രെക്കിംഗ് എന്നാണ് പറയുക. സോ ട്രെക്കിംഗ്. അടുത്തത് നോക്കൂ. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് നമ്മുടെ സർഫിംഗ് ആണ് അല്ലേ, സർഫിംഗ്. മൂന്നാമത്തേത് എന്താണ്? വള്ളം കളിയാണ്, വള്ളം കളി.
ഇനി നാലാമത്തത് എന്താണ്? വോളിബോൾ ആണ് അല്ലേ. അപ്പോൾ നാലാമത്തത് വോളിബോൾ എന്നുള്ളത് എഴുതി കൊടുക്കുക, വോളിബോൾ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ റിക്കവറി? എന്താണ് റിക്കവറി എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ ഒരു ഫിസിക്കൽ എക്സസൈസിലോ ആക്ടിവിറ്റീസിലോ നമ്മൾ പങ്കെടുത്തതിന് ശേഷം, പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റിട്ടേൺ ടു എ നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നതാണ് അല്ലേ. നോർമൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ മെൻ്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്കവറി എന്ന് പറയുന്നത്. ആൻസർ either 7A or 7B. 7A ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ കോമൺ ഇഞ്ചുറീസ് അസോസിയേറ്റഡ് വിത്ത് സ്പോർട്സ് ആൻഡ് ഗെയിംസ്? സ്പോർട്സിലും ഗെയിംസിലുമുള്ള കോമൺ ഇഞ്ചുറീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് അറിയാം അല്ലേ. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഫ്രാക്ചർ, അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻ, മറ്റൊന്നാണ് സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്പോർട്സിലോ ഗെയിംസിലോ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്. 7th ബി ആണ്, വാട്ട് ആർ ദ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് വൈൽ പ്ലേയിങ് ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്? എന്തൊക്കെ വേണം? നമുക്ക് ബൂട്ട്സ് ഉണ്ടായിരിക്കണം അല്ലേ. ബൂട്ട്സ് വേണം, ഗ്ലൗസ് ധരിക്കണം, അതുപോലെ തന്നെ ലോങ് ഷോക്സ് ഉണ്ടായിരിക്കണം, ഗോഡം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലേയിങ് ദ ഗെയിം ഫോർട്ട് ഗെയിം കളിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും അല്ലേ, ഫിസിക്കൽ ഫിറ്റ്നസ്. അതുപോലെ തന്നെ നമുക്കൊരു സോഷ്യൽ സ്കില്ലുണ്ടാവും, കൂടാതെ ഒരു ടീം വർക്ക് നമുക്ക് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ടീം വർക്കിൽ എങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത് എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ മെൻ്റൽ അലേർട്ട്നെസ്സും ഉണ്ടാവും. ഓക്കെ, മെൻ്റൽ അലേർട്ട്നെസ്സും നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ എല്ലാ ഫിസിക്കൽ ഗെയിം കളിച്ചാലും നമുക്ക് ഇതിലെ കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്, സോഷ്യൽ സ്കില്ല്, ടീം വർക്ക് ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആർട്ട് എഡ്യൂക്കേഷൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ദ ഡാൻസ് ഫ്രം ദ പിക്ചർ? ഈ പിക്ചറിൽ കൊടുത്ത ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ എന്ന് ഏതാണ് നോക്കുക. എന്താണ്? ദിസ് ഈസ് ദ ഡാൻസ് ഫോം ഓഫ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഡാൻസ് ഫോമാണ്. ശരിയാണോ? അല്ല. ദെൻ കുച്ചിപ്പിടി ഈസ് പെർഫോംഡ് പ്ലേയിങ് കവാടി ഇൻ ഓൺ ഹെഡ്. കവാടി എന്ന് പറയുന്ന ഹെഡിൽ വെച്ചിട്ടാണ് കുച്ചിപ്പിടി കളിക്കുന്നത്. അടുത്തത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ദിസ് ഡാൻസ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ ദ വില്ലേജ് ഓഫ് കുച്ചിപ്പിടി ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പിടി എന്ന സ്ഥലത്ത് നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ദിസ് ഡാൻസ് ഫോം ഡസ് നോട്ട് റിക്വയർ ബോഡി ബാലൻസ് ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലേ. വളരെ ബോഡി ബാലൻസ് ആവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വെൻ വി മിക്സ് കളേഴ്സ് വി ഗെറ്റ് എ ന്യൂ കളേഴ്സ്. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നമ്മളൊരു കളർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കളർ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. റെഡും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് ബ്രൗൺ ആണ്. ഓക്കെ, റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓറഞ്ച് ആണ്. അതുപോലെ ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രീൻ ആണ്. സോ ഗ്രീനും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വയലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം നോക്കാം. ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് 3 to 6 ആണ്. 6 മുതൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് പാർട്ട് ഓഫ് എ സോങ്? സോങ്ങിൻ്റെ പാട്ടുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ വേണം സോങ്ങിക്ക്? പല്ലവി നമുക്ക് ആവശ്യമാണ്. സോങ്ങിന് പല്ലവി വേണം. പല്ലവി കഴിഞ്ഞാൽ നമുക്ക് അപ്പം കിട്ടും അനുപല്ലവിയും വേണം അല്ലേ. അനുപല്ലവി വേണം. അതുപോലെ തന്നെ ചരണം വേണം, സ്വര വേണം. ഇതൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. നാലാമത്തത് വാട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഷുഡ് ബി അറേഞ്ച്ഡ് ടു പെർഫോം എ ഫോറസ്റ്റ് സീൻ ഇൻ എ സ്റ്റേജ് ഡ്രാമ? ഒരു സ്റ്റേജ് ഡ്രാമയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്തൊക്കെ വേണം? നല്ല ലൈറ്റിംഗ് വേണം അല്ലേ. ഒന്നാമത് നമുക്ക് ലൈറ്റിംഗ് ആവശ്യമാണ്. ഫോറസ്റ്റിൽ കുറച്ച് ഡാർക്ക് ഉള്ള രീതിയിലായിരിക്കും, അപ്പോൾ ആ ലൈറ്റിംഗ് ആണ് വേണ്ടത്. ആവശ്യമായിട്ടുള്ള പ്രോപ്സും സംഭവങ്ങളൊക്കെ വേണം. സൗണ്ട് വേണം, സൗണ്ട് എഫക്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാക്ക് ഡ്രോപ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. ഹൂ ഈസ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിലുള്ളത് ആരാണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ ഡാൻസ് ഫോം ക്രിയേറ്റഡ് ബൈ ഹിം. ഇതാരാണ്? ഗുരു ഗോപിനാഥ് ആണ്. ഓക്കെ, ഗുരു ഗോപിനാഥ് ആണ്. അദ്ദേഹം കഥകളി ആർട്ടിസ്റ്റും കൂടെയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്.
അടുത്തത് ആർ യു നോട്ട് സർപ്രൈസ്ഡ് വെൻ എനിമൽ ടോക്ക് ഇൻ മൂവീസ്. എനിമൽസ് ഒക്കെ ഈ മൂവീസിലൊക്കെ ടോക്ക് ചെയ്യുന്നത് നമ്മൾ സർപ്രൈസ് ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലേ. ഇമാജിൻ ദാറ്റ് ദ ക്യാറ്റ് ഇൻ യുവർ ഹോം ടോക്സ്, ഹൗ ഡു മൂവി ഡിഫർ ഫ്രം റിയൽ ലൈഫ്. നിങ്ങളുടെ വീട്ടിലെ ക്യാറ്റ് സംസാരിക്കുകയാണ്, അപ്പോൾ റിയൽ ലൈഫിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും സംസാരിക്കുമോ? ഇല്ല, അത് എന്താണ് പറയുക, അതിന് പറ്റുന്ന എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുക എന്നല്ലാതെ ശരിക്കും അത് സംസാരിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് സർപ്രൈസ് ആയി പോവുകയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നാണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത്. ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ 7A or B. ഏഴിലെ എയോ ബിയോ ഏതെങ്കിലും ഒന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ഫോക്ക് സോങ്സ് ആർ സാങ് ഇൻ വേരിയസ് റിതംസ് ആൻഡ് ട്യൂൺസ്. എന്താണ് ഫോക്ക് സോങ്സ്? നാടൻ പാട്ടുകൾ നമ്മൾ ഒരുപാട് റിതംസിലും ട്യൂൺസിലൊക്കെയാണ് പാടാറുള്ളത്. റൈറ്റ് 2 ലൈൻസ് ഈച്ച് ഫ്രം എനി ഫോക്ക് സോങ്സ് ദാറ്റ് യു നോ. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഫോക്ക് സോങ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് അറിയാം അല്ലേ. തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതൈതോം, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന 2 വരിയാണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം, ചിഞ്ചു വാസ് എ ഡീപ് സ്ലീപ്പ്. ചിഞ്ചു നന്നായിട്ട് ഉറങ്ങുകയാണ്. സഡൻലി ഷീ വോക്ക് അപ്പ് ഹിയറിംഗ് ദ ക്രൈ ഓഫ് ഹെർ പെറ്റ് ക്യാറ്റ് മിന്നു. അപ്പോൾ അവളുടെ മിന്നു എന്ന് പറയുന്ന അവളുടെ പെറ്റ് ക്യാറ്റ് കരയുന്നത് കേട്ടിട്ടാണ് അവൾ പെട്ടെന്ന് എണീറ്റത്. ദെൻ ഷീ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ജസ്റ്റ് എ ഡ്രീം. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇതൊരു സ്വപ്നമാണ് എന്നുള്ളത്. ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഡ്രീം ഷീ ഹാഡ്. അപ്പോൾ അവൾ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ പിക്ചർ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൂച്ച കരയുന്നതും ഒക്കെയാണ് നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, വർക്ക് ഇൻഡിക്കേറ്റഡ് എഡ്യൂക്കേഷൻ ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? വിന്നിങ് ദ ലോട്ടറി ഈസ് എ ഫിക്സ്ഡ് ഇൻകം. എന്താണ്? നമ്മൾ ഒരു ലോട്ടറിയിൽ വിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഇൻകം ആണെന്നാണ് പറയുന്നത്. അതൊരു ഫിക്സഡ് ഇൻകം ആണോ? അല്ല അല്ലേ, ഫിക്സഡ് ഇൻകം എന്നുമല്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ദ സാലറി ഓഫ് എ ഫാമിലി മെമ്പേഴ്സ് ഈസ് ആൻ ഇൻകം. ഫാമിലിയിലെ ഒരു മെമ്പേഴ്സിന് കിട്ടുന്ന സാലറിയാണ് അവൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പേയിങ് ഹൗസ് റെൻറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. എന്താണ്? നമ്മൾ വീടിന് റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് ആണ്, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെൻറ്റ് സി ആണ് ശരിയായിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ കറക്റ്റ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ദ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആണ്. സ്വിച്ചുമായിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണം അല്ലേ. ഏതാണ് കൂട്ടുകാരെ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ടത്? ഇതാണ് അല്ലേ, കൺട്രോൾസ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? സെല്ലാണ്. സെല്ലുമായി ബന്ധപ്പെട്ടത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇനി അടുത്തത് സ്ക്രൂ ഡ്രൈവർ ആണ്. സ്ക്രൂ ഡ്രൈവറുമായി ബന്ധപ്പെട്ടത് ടു ടൈറ്റൻ സ്ക്രൂസ് ആണ്. ഓക്കെ. വയർ സ്ട്രിപ്പറുമായി ബന്ധപ്പെട്ടത് ടു റിമൂവ് ഇൻസുലേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് ഇവിടെ നോക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ബിക്ക് എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് 4 ആണ്, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഓപ്ഷൻസ് കിട്ടുമ്പോൾ ഇവിടെ ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്നും കൂടെ കറക്റ്റായിട്ട് എഴുതി നോക്കിയതിന് ശേഷം ഓപ്ഷൻസ് നോക്കുക. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഫയൽ ഈസ് സ്യൂട്ടബിൾ ഫോർ കീപ്പിംഗ് യുവർ ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് ഓർഗനൈസ്ഡ്. നിങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫയൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് എന്ത് കൊടുക്കാം? പോർട്ട്ഫോളിയോ അല്ലേ. പോർട്ട്ഫോളിയോ ഫയല് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫയല്. ഓക്കെ. രണ്ടാമത്തത്, ഹനു വാണ്ട്സ് ടു പ്ലാന്റ് ഫ്ലവേഴ്സ് പ്ലാന്റിംഗ് ഇൻ എ ഗ്രോ ബാഗ് മെയ്ഡ് ബൈ ഹെർ സെൽഫ്. സജസ്റ്റ് 2 മെത്തേഡ് ഫോർ മേക്കിംഗ് ഗ്രോ ബാഗ്. ഗ്രോ ബാഗ് ഉണ്ടാക്കാനുള്ള 2 മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്ന്, നമുക്ക് നല്ല കട്ടിയുള്ള ഇതെടുത്തിട്ട് അല്ലേ, കവർ എടുത്തിട്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോപ്പിൻ്റെ ഒക്കെ കവർ, ഇപ്പോൾ ഇതുണ്ടാവില്ലേ സോപ്പ് പൊടിയുടെ ഒക്കെ, അതിൻ്റെ ഒക്കെ നമുക്ക് എടുത്തിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടയറൊക്കെ വെച്ചിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി അഞ്ചാമത്തത്, വയർ സ്ട്രിപ്പേഴ്സ് ആൻഡ് കട്ടിംഗ് പ്ലെയേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ സെയിം പർപ്പസ്. 2 സെയിം പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? നോ അല്ലേ. എന്താണ്? 2ഉം 2നല്ല ഉപയോഗിക്കുന്നത്. കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാനാണ്, വയർ കട്ട് ചെയ്യാനാണ്. വയർ സ്ട്രിപ്പേഴ്സ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇൻസുലേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റിമൂവ് ഇൻസുലേഷൻ വേണ്ടിയിട്ടാണ്. Then Harian uses digital technology for communicating with his friends and relatives. അപ്പോൾ ഹരിയന് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രണ്ട്സിനായിട്ടും റിലേറ്റീവ്സിനായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി. ഏതെങ്കിലും ഡിജിറ്റൽ ടെക്നോളജിയുടെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുന്നത്. ഒന്നെന്താണ്? നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം അല്ലേ. സ്പീഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റോറേജ് ഉണ്ടായിരിക്കണം,
കൂടാതെ ഇൻ്ററാക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻ്ററാക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും 3 എഴുതാൻ പറഞ്ഞില്ല അല്ലേ, ഇൻ്ററാക്ടിവിറ്റി ഇതൊക്കെ ഉള്ളതായിരിക്കണം എന്ന് മാത്രം. അടുത്തത് ലാസ്റ്റ് ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. ആൻസർ എയ്തർ 7A ഓർ 7B ആണ്. മിന്നു ഡസ് നോട്ട് ഹാവ് ഇനഫ് മണി ടു ഗോ ഫോർ എ ട്രിപ്പ്. മിന്നുവിന് ട്രിപ്പിന് പോകാൻ പൈസ ഇല്ല. സജസ്റ്റ് ഫോർ സൊല്യൂഷൻസ് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ. ദിസ് സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കുക. എന്ത് ചെയ്യണം? മിന്നു ആദ്യം തന്നെ സേവിങ്സ് പ്ലാൻ ചെയ്യണം അല്ലേ. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യ സേവിങ് പ്ലാൻ. ഓക്കെ, സേവിങ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? റെഡ്യൂസ് എക്സ്പെൻസസ്. എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, എക്സസ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു പാർട്ട് ടൈം വർക്കും ചെയ്യണം. പാർട്ട് ടൈം വർക്ക്, എന്നാലാണ് മിന്നുവിന് ടൂർ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇലക്ട്രിഫിക്കേഷൻ വർക്ക് ഈസ് ഗോൺ ഓൺ ഹനാസ് ഹൗസ്. ഹനാസിൻ്റെ ഹൗസിൽ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ സോ മെനി വയറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ദർ. അവിടെ ഒരുപാട് വയറിംഗ് ഇൻസ്ട്രുമെൻറ്റ് കാണുകയാണ്. ദെൻ നെയിം ദീസ് ഇൻസ്ട്രുമെൻറ്റ്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇത് വരുന്നത് ടെസ്റ്റർ വരുന്നുണ്ട് അല്ലേ, ടെസ്റ്റർ. അതുപോലെ തന്നെ ഇലക്ട്രിക് പ്ലയേഴ്സ്, കൂടാതെ സ്ക്രൂ ഡ്രൈവർ, ഇലക്ട്രിക് വയർ, പിന്നെന്താ വരുന്നത്? ഇൻസുലേഷൻ ടാപ്പ്, ഇലക്ട്രിക് ബൾബ്, പ്ലഗ് വരുന്നുണ്ട്. പ്ലഗ് അല്ലെങ്കിൽ സോക്കറ്റ് എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ സ്വിച്ചും വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഇനി ഇതിൻ്റെ യൂസാണ് പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റർ നമുക്കറിയാം കറണ്ട് ഉണ്ടോ ഇല്ല, ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ്. ഇലക്ട്രിക് പ്ലെയേഴ്സ് എന്തിനാണ്? നമുക്ക് അതിൻ്റെ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനാണ്. സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ചെയ്തെടുക്കാനാണ്. ഇലക്ട്രിക് വയർ ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസുലേഷൻ ടാപ്പ് നമ്മളതിനെ എന്താണ് 2 വയറൊക്കെ ഒരുമിക്കുമ്പോൾ ടാപ്പ് ചെയ്തിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. ബൾബ് എന്തിനാണ്? നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്ലഗ് വരുന്നത് അതിൻ്റെ എന്താണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇടാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് പ്ലഗും സ്വിച്ചൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്തായാലും കൂട്ടുകാർക്കും വരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.